ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിൽ നമുക്കൊന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. ഇന്നത്തെ വായനഭാഗം 79 മുതൽ 81 വരെയുള്ള സങ്കീർത്തനങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി 81 സങ്കീർത്തനം 16 വാക്യം. അവൻ മേത്തരമായ കോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു. ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു. ആരാധനയ്ക്കായുള്ള ആഹ്വാനം നൽകുന്ന ഒരു കീർത്തനമാണ് 81 സങ്കീർത്തനം. ഗദ്യരാഗത്തിൽ ആസാഫ് രചിച്ച ഒരു കീർത്തനമാണ് ഇത്. ഒരു ഉത്സവകാലത്തിൻ്റെ ആരംഭം പോലെയാണ് ഈ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം. പ്രവാസകാലത്തും അതിനു മുമ്പും ഉണ്ടായ കഷ്ടതകളുടെ ഒരു വിശദീകരണവും കഷ്ടതയുടെ മധ്യത്തിൽ വിടുതലിനു വേണ്ടിയുള്ള ഒരു പ്രചോദന സന്ദേശവും ഈ സങ്കീർത്തനത്തിൽ അടങ്ങിയിരിക്കുന്നു. മാത്രമല്ല, ദൈവത്തെ അനുസരിക്കുന്നവർക്ക് ദൈവം നൽകുന്ന സമൃദ്ധി, ആത്മീയ പോഷണം, അസാധ്യത്തിൽ നിന്നുള്ള അനുഗ്രഹം, ഇവ ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു ശ്രേഷ്ഠതയാണ്. അവ എന്തെല്ലാം എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട്, ആത്മാവിനെ പോഷിപ്പിക്കുന്ന ദൈവം. ദൈവത്തിൻ്റെ സമൃദ്ധമായ പരിപാലനം നമുക്ക് ഈ സങ്കീർത്തനത്തിൽ കാണാം. 16 വാക്യത്തിൻ്റെ 1 ഭാഗത്ത് പറയുന്നു, അവൻ മേത്തരമായ കോതമ്പ് കൊണ്ട് അവരെ പോഷിപ്പിക്കുമായിരുന്നു എന്ന്. ഗോതമ്പ് ഭക്ഷണത്തിൻ്റെയും ജീവൻ നിലനിർത്തുന്നതിൻ്റെയും പ്രതീകമാണ്. ഏറ്റവും നല്ല ഗോതമ്പ് എന്ന് പറയുന്നത് ദൈവം തൻ്റെ ജനങ്ങൾക്ക് ആവശ്യമായത് മാത്രമല്ല, ഏറ്റവും ശ്രേഷ്ഠമായ അനുഗ്രഹങ്ങൾ നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നതാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ആത്മാവിൻ്റെ ആഹാരമാണ്. അത് നമ്മുടെ ആത്മാവിനെ പോഷിപ്പിക്കുന്ന ആഹാരമാണ്. നമ്മുടെ ആത്മീയ വളർച്ചയ്ക്കും ശക്തിക്കും ആവശ്യമായ പോഷണം ലഭിക്കുന്ന ആഹാരമാണ് വചനം. അങ്ങനെയെങ്കിൽ ദൈവത്തെ അനുസരിക്കുന്നവർക്ക് അവൻ ഏറ്റവും മെച്ചമായത് തന്നെ നൽകുന്നവനാണ്. രണ്ടാമതായിട്ട്, അസാധ്യത്തെ സാധ്യമാക്കുന്ന ദൈവം. മനുഷ്യന് അസാധ്യമായി തോന്നുന്ന സാഹചര്യങ്ങളിലും ദൈവം മാധുര്യവും തൃപ്തിയും നൽകുവാൻ കഴിയുന്നവനാണ്. അത് നമുക്ക് ഈ 16 വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് കാണുവാൻ കഴിയുന്നു. ഞാൻ പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു എന്ന്. സാധാരണയായി പാറയിൽ നിന്ന് തേൻ നമുക്ക് ലഭിക്കുകയില്ല. അതിനാൽ ഈ വാക്യം ദൈവത്തിൻ്റെ അത്ഭുതകരമായ കരുതലിനെയും നാം പ്രതീക്ഷിക്കാത്ത വഴികളെയും ദൈവം നമുക്ക് മുന്നിൽ തുറന്നു തരുന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ കഠിനമായ സാഹചര്യങ്ങളിൽ ദൈവം മാധുര്യം ഒരുക്കുന്നവനാണ്. മരുഭൂമിയുടെ മധ്യത്തിലും തമ്പുരാൻ സന്തോഷവും സംതൃപ്തിയും നൽകി നമ്മെ നിറയ്ക്കുന്നവനാണ്. അതിനാലാണ് ദൈവം ഇസ്രായേൽ മക്കൾക്ക് പാലും തേനും ഒഴുകുന്ന കനാൻ ദേശം വാഗ്ദാനം ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ദൈവവചനമാണ് നമ്മുടെ യഥാർത്ഥ ഗോതമ്പ്. ദൈവ സാന്നിധ്യമാണ് യഥാർത്ഥ തേനിൻ്റെ മാധുര്യം. ഈ ഗോതമ്പും തേനും നമ്മുടെ പോഷണത്തിന് കാരണമായിട്ട് തീരുന്നുണ്ടോ? ശാന്തമായി ഈ പ്രഭാതത്തിൽ നമുക്ക് നമ്മെ തന്നെ വിലയിരുത്താം. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന് ആവശ്യമായ ഏറ്റവും നല്ല ഗോതമ്പും പാറയിൽ നിന്നുള്ള തേനും ഞങ്ങൾക്ക് ഒരുക്കുന്ന അവിടുത്തെ കരുതലിനായി നന്ദി പറയുന്നു. അവിടുത്തെ വചനത്താൽ ഞങ്ങളുടെ ആത്മാവിനെ പോഷിപ്പിക്കുകയും പ്രതികൂലമായ അനുഭവങ്ങളിൽ അവിടുത്തെ മാധുര്യവും സമാധാനവും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ. ആമേൻ.